അടുത്ത വർഷം 19ാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയുടെ ഹാങ്ഷോ പട്ടണത്തിൽ വെച്ച് സെപ്റ്റംബർ 10 മുതൽ 25 വരെ നടക്കാൻ പോകുന്ന ഈ സമയത്ത് ആദ്യ ഗെയിംസ് മുതൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. ആദ്യ ഏഷ്യൻ ഗെയിംസ് ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. 1951 മാർച്ച് 4 തുടങ്ങിയ ഗെയിംസ് 11 തീർന്നത്. 11 രാജ്യങ്ങളിൽ നിന്ന് 57 ഇനങ്ങളിൽ 489 പേരാണ് ആദ്യ ഗെയിംസിൽ പങ്കെടുത്തത്. 15 സ്വർണം, 16 വെള്ളി, 20 ബ്രോൺസ്, അങ്ങനെ 51 മെഡലാണ് അന്ന് നമുക്ക് നേടാനായത്. രണ്ടാമത് ഗെയിംസ് നടന്നത് മനിലയിൽ ആയിരുന്നു. ആദ്യ ഗെയിംസിൽ നാം 2ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ മനിലയിൽ 5ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ടോട്ടൽ 17 മെഡലാണ് നമുക്ക് നേടാനായത്. അതിൽ 5 സ്വർണവും 4 വെള്ളിയും 8 ബ്രോൺസും ഉണ്ടായിരുന്നു. 1958 ടോക്കിയോ ഗെയിംസിൽ 14 മെഡലുമായി 7ാം സ്ഥാനത്തേക്ക് നാം പിന്തള്ളപ്പെട്ടു. 5 സ്വർണം നേടിയതിൽ മിൽഖ സിംഗ് നേടിയ 200 400 മീറ്റർ എടുത്തു പറയേണ്ടതാണ്. 1962 ജക്കാർത്തയിൽ വെച്ച് നടന്ന ഗെയിംസിൽ 33 മെഡൽ നേടി നമ്മൾക്ക് 3ാം സ്ഥാനം നേടാനായി. 1966 ബാങ്കോക്ക് ഗെയിംസിൽ 21 മെഡൽ നേടി നമ്മൾ 5ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. 1970 വീണ്ടും ബാങ്കോക്കിലായിരുന്നു ഗെയിംസ്. ടോട്ടൽ 25 മെഡലാണ് നമുക്ക് നേടാനായത്. അതിൽ 6 സ്വർണമുണ്ടായിരുന്നു. 1974 ടെഹ്റാനിൽ വെച്ച് നടന്ന ഗെയിംസിൽ 28 മെഡലുമായി 7ാം സ്ഥാനമാണ് നമുക്ക് നേടാനായത്. 1978 വീണ്ടും ബാങ്കോക്കിലായിരുന്നു ഗെയിംസ് നടന്നത്. 28 മെഡൽ നേടി 6ാം സ്ഥാനമാണ് നേടാനായത്. 1982 വീണ്ടും 31 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിലായിരുന്നു നടന്നത്. ഇത് എല്ലാ മലയാളികൾക്കും ഏറെ ആനന്ദലബ്ധി തന്ന ഒന്നായിരുന്നു. ഉദ്ഘാടന പരിപാടിക്ക് 40ൽ കൂടുതൽ ആനയെ ഡൽഹിക്ക് കൊണ്ടുപോയത് വലിയ വാർത്തയായിരുന്നു അന്ന്. MD വത്സമ്മ 400 മീറ്റർ ഹർഡിൽസിൽ സ്വർണവും, PT ഉഷ നേടിയ 2 വെള്ളിയും, KK പ്രേമചന്ദ്രൻ, മേഴ്സിക്കുട്ടൻ എന്നിവർ നേടിയ വെള്ളിയും മലയാളികൾക്ക് ഒത്തിരി സന്തോഷം നൽകി. ഇതുകൂടാതെ 400x400 മീറ്ററിൽ വെള്ളി നേടിയ ടീമിലുണ്ടായിരുന്നു 2 മലയാളികൾ. 400 മീറ്ററിൽ ബ്രോൺസ് നേടി പത്മിനി തോമസും തൻ്റെ സാന്നിധ്യം അറിയിച്ചു. 1986 കൊറിയയിലെ സിയോളിൽ വെച്ച് നടന്ന ഗെയിംസ് മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തി. അതിന് കാരണമായത് നമ്മുടെ പെൺകരുത്ത് തന്നെയായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട പേര് PT ഉഷയുടേതായിരുന്നു. 200, 400, 400 മീറ്റർ ഹർഡിൽസ് എന്നീ 3 ഇനത്തിൽ നേടിയ സ്വർണമായിരുന്നു അത്. കൂടാതെ 100 മീറ്ററിൽ വെള്ളിയും 400x400 മീറ്റർ സ്വർണം നേടിയ ടീമിലും ഉഷ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉപരി 4x400 റിലേയിൽ ഓടിയ 4 പേരിൽ 3 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ ഉഷയെ കൂടാതെ വത്സമ്മ, ഷൈനി എന്നിവരുണ്ടായിരുന്നു. ഷൈനി എബ്രഹാമിന് 400 മീറ്റർ വെള്ളിയും നേടാനായത് വലിയ നേട്ടമായിരുന്നു. ആകെ 37 മെഡലാണ് നമുക്ക് നേടാനായത്. 1990 ആയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തകിടമറിഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ചൈനയുടെ ഒരു തേരോട്ടമായിരുന്നു. ആ കൊടുങ്കാറ്റിൽ പല വൻമരങ്ങളും വീണു. കബഡിയിൽ മാത്രമായിരുന്നു നമുക്കൊരു സ്വർണം നേടാനായത്. 8 വെള്ളി, 14 ബ്രോൺസ്, അങ്ങനെ 23 മെഡൽ നമുക്ക് നേടാനായി. 4x100ഉം 4x400ഉം ഈ 2 ഇനങ്ങളിൽ വെള്ളി നേടിയതായിരുന്നു എടുത്തു പറയാനുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒട്ടുമിക്ക ഐറ്റവും സ്വർണം, വെള്ളി എന്നിവ ചൈനയ്ക്കായിരുന്നു. 1994 ഹിരോഷിമയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ അമേരിക്കൻ ബോംബിങ്ങിൽ തകർന്നുപോയ ഒരു നഗരത്തിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് നാം കണ്ടത്. എന്നാൽ ചൈനയുടെ ആധിപത്യത്തിൻ്റെ 2ാം വിളംബരം കൂടിയായി മാറി ആ ഗെയിംസ്. ആ വർഷം കാര്യമായി ഒന്നും ചെയ്യാൻ നമുക്കായില്ല. 4 സ്വർണം, 3 വെള്ളി, 16 ബ്രോൺസ് എന്നിങ്ങനെ 23 മെഡലാണ് നമുക്ക് നേടാനായത്. കുട്ടി സാറാമ്മ, ഷൈനി വിൽസൺ എന്നിവർ നേടിയ വെങ്കലവും PT ഉഷ, ഷൈനി, കുട്ടി സാറാമ്മ എന്നിവർ അടങ്ങിയ 4x400ൽ നേടിയ വെള്ളിയുമാണ് മലയാളികളായ നമുക്ക് എടുത്തു പറയാനുണ്ടായിരുന്നത്. ബാങ്കോക്കിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ നമുക്കും 7 സ്വർണം, 11 വെള്ളി, 17 വെങ്കലം, അങ്ങനെ ആകെ 35 മെഡൽ നേടാനുമായി. എന്നാൽ ഏറ്റവും സന്തോഷം നൽകിയത് പുരുഷന്മാർ നേടിയ 4x400 വെള്ളിയായിരുന്നു. വനിതകൾ ഇതിനു മുമ്പ് അത് നേടിയിരുന്നല്ലോ. 48 വർഷത്തിൽ ആദ്യമായായിരുന്നു പുരുഷ റിലേ മെഡൽ. 2002 ബുസാനിൽ വെച്ച് നടന്ന ഗെയിംസിൽ കുറച്ചുകൂടെ നല്ല നേട്ടം നമുക്ക് നേടാനായി. 11 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം, അങ്ങനെ ടോട്ടൽ 36 മെഡലാണ് നേടാനായത്. 2006 ദോഹയിൽ വെച്ച് നടന്ന ഗെയിംസിൽ 8ാം സ്ഥാനത്തായിരുന്നു നമ്മൾ. 10 സ്വർണം, 17 വെള്ളി, 26 വെങ്കലം, അങ്ങനെ 53 മെഡലാണ് അന്ന് നാം നേടിയത്. 4 നേടാൻ നമുക്കായി. 14 സ്വർണം, 17 വെള്ളി, 34 വെങ്കലം, അങ്ങനെ 65 മെഡലാണ് നമുക്ക് നേടാനായത്. 2014 ആയപ്പോഴേക്കും നമ്മൾ വീണ്ടും 8ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 11 സ്വർണം, 10 വെള്ളി, 36 വെങ്കലം എന്നിങ്ങനെ 57 മെഡലാണ് നമുക്ക് നേടാനായത്.
നീരജ് ചോപ്ര ഫ്ലാഗ് ഏന്തിയ 2018 70 മെഡൽ നമുക്ക് നേടാനായി. എങ്കിലും 8ാം സ്ഥാനം കൊണ്ട് സംതൃപ്തി അടയേണ്ടി വന്നു. 2018 സ്വർണം നേടിയവരിൽ നീരജിന് മാത്രമാണ് 2021 നടന്ന ഒളിമ്പിക്സിൽ അത് നിലനിർത്താനായത്. അടുത്ത വർഷം 2022 ഹാങ്ഷോയിൽ നടക്കുന്ന ഗെയിംസിൽ നമ്മുടെ കളിക്കാർക്ക് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണിത്. കാരണം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. അതുതന്നെയാകണം നമ്മുടെ ശക്തി. സംഘടനകളുടെ മുകളിൽ കയറിയിരിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളെ അവിടുന്ന് അടിച്ചിറക്കി അതാത് കളികളുമായി ബന്ധപ്പെട്ടവരെ അവിടെ എത്തിക്കാൻ നാം ശ്രമിക്കാത്തിടത്തോളം കാലം 120 വർഷത്തിൽ ആദ്യമായി നേടിയ ഒരു സ്വർണം ഒരു ചരിത്ര സംഭവമായി ആഘോഷിക്കേണ്ടി വരും. നീരജ് ചോപ്രയെ പോലുള്ള കൂടുതൽ ചെറുപ്പക്കാരെ കണ്ടെത്താൻ നമ്മുടെ അധികാരികൾക്ക് സാധിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, സ്റ്റീഫൻ ആന്റണി, കല്ലറയ്ക്കൽ.